കേരള സർവകലാശാലയിൽ SFIയുടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. കലോത്സവത്തിന് പണം അനുവദിക്കാത്തതിലാണ് പ്രതിഷേധം. VC-ക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വാഗ്വാദവും മുന്തും തള്ളുമൊക്കെ നമ്മൾ കണ്ടു. TV പ്രസാദും റോഷിപാലും ഒപ്പം റഹീസ് റഷീദുമാണ് അവിടെ നിന്ന് ചേരുന്നത്. പ്രസാദ്, സംഘർഷത്തിൽ ഇപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ടോ? പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും അവിടെയും തുടരുകയാണ്. പോലീസും ലാത്തിയും ഒക്കെയായി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല അല്ലേ? അതിശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതാ നമ്മൾ കണ്ടതുപോലെ ഇന്നലെ ആ സമരം സർവകലാശാല കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ്. പ്രസാദ്, ഒരു നിമിഷം സംസാരിക്കുന്നത് വ്യക്തമല്ല. അവിടെ ബഹളം തുടരുക തന്നെയാണ്. റോഷിപാലും റഹീസ് റഷീദ് കൂടിയുണ്ട്. റഹീസ്, ഇപ്പോഴും മുന്തും തള്ളും എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങളല്ലേ? വിവിധ രജിസ്ട്രാർ R. രശ്മിയുടെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ SFI പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ മുറിയുടെ ഭാഗത്തേക്ക് കയറാൻ പറ്റാത്തതിനെ തുടർന്നാണ് രജിസ്ട്രാറുടെ മുറി എന്ന ഭാഗം SFI പ്രവർത്തകർ ആർലേക്കർ നിയമിച്ച ആ തരത്തിൽ ആ ഒരു എതിർപ്പ് കൂടി ഇവർക്കുണ്ട്. രജിസ്ട്രാർ R. രശ്മി ഇപ്പോഴും ഓഫീസിന് അകത്ത് തന്നെയുണ്ട്. പക്ഷെ പോലീസ് അകത്തേക്ക് പ്രവർത്തകർ കടക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമൊന്നുമില്ല. പക്ഷേ ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ് SFI പ്രവർത്തകർ ഉള്ളത്. അവരെ അകത്തേക്ക് കയറ്റിവിടാനുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. സർവകലാശാല ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. രജിസ്ട്രാറുടെ ഓഫീസ് വരെ എത്തിയിരിക്കുന്നു പ്രതിഷേധം. TV പ്രസാദ്. വിനിത, അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും രജിസ്ട്രാറുടെ മുറിക്ക് മുന്നിലുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടതുപോലെ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നേരത്തെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗവർണറുമായി നേരിട്ട് SFI പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നത്. പിന്നീട് അത് വൈസ് ചാൻസലറുടെ നേർക്കായി. ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലർ വിദ്യാർത്ഥികളുടെ സർവകലാശാല യൂണിയൻ നടത്താനുള്ള കലോത്സവം നടത്താനുള്ള പണം അത് അനുവദിക്കാത്തതിനെ തുടർന്നാണ് അതിശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് SFI നീണ്ടത്. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു. ആ സമരം ഇന്നിപ്പോൾ മാർച്ചായി. വൈസ് ചാൻസലറെ തടയും എന്ന മുദ്രാവാക്യവുമായി SFI മുന്നോട്ട് വരികയായിരുന്നു. കേരള സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് പുറത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡുകൾ തള്ളി നാക്കിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ അകത്തേക്ക് ഇരച്ചു കയറിയത്. പോലീസ് നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അതൊന്നും കൂസാതെ ആ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സർവകലാശാലയുടെ അകത്തേക്ക് കയറുകയായിരുന്നു. അകത്തിപ്പോൾ ആ രജിസ്ട്രാറുടെ മുറിയുടെ മുന്നിലാണ് അതിരൂക്ഷമായ മുദ്രാവാക്യം വിളികളോടെ ഇപ്പോഴും തുടരുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേറാണ് നിൽക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നുണ്ട്. ഏത് സമയത്തും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. ഇതുവരെ നേരത്തെ പിന്തിരിഞ്ഞു പോകാനുള്ളൊരു നീക്കമുണ്ടായിരുന്നെങ്കിലും കൂടുതൽ വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്കകത്തേക്ക് കയറി വന്നുകൊണ്ട് പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പ് എല്ലാം കണ്ടതുപോലെ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരം, അത് പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതിശക്തമായ പ്രക്ഷോഭമായി മാറുകയാണ് പതിവ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഗവർണറെ ഉൾപ്പെടെ തടയുന്ന സമരത്തിലേക്ക് SFI മാറി. വൈസ് ചാൻസലറെ തടയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് പുതിയ വിവാദം സർവകലാശാലയിൽ ഉണ്ടാകുന്നത്. കുട്ടികളുടെ കലോത്സവം, സർവകലാശാല കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് SFI ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ നീങ്ങുന്നു. അങ്ങനെ ഇന്ന് ആ VC-യെ തടയാനുള്ള തീരുമാനത്തിലേക്ക് പോയതിൻ്റെ ഭാഗമായാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ബാരിക്കേഡ് തള്ളിമാറ്റിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. ഇവിടെ സർവകലാശാലയ്ക്കകത്ത് രജിസ്ട്രാറുടെ മുറിയുടെ തൊട്ടുപുറത്താണ് അതിശക്തമായ സമരം SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. SFI നടത്തുന്ന സമരം ഇന്നലെ സമാധാനപരമായ സമരമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് SFI പ്രവർത്തകർ നീങ്ങുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് രാവിലെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതാണ്ട് 200-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പിന്നീട് ഈ സർവകലാശാലയുടെ അകത്തേക്ക് കയറുകയും ചെയ്തു. ഇപ്പോൾ രജിസ്ട്രാർ
രജിസ്ട്രാറുടെ ഓഫീസിന്റെ മുന്നിൽ ഏതാണ്ട് 100-ലധികം വരുന്ന പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്ക്